മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി AKCHMS നേതൃത്വത്തിൽ വർണ്ണാഭമായ ജയന്തി ഘോഷയാത്രയും സമ്മേളനവും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിട്ടം ജയന്തി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാവിൻ്റെ പാദസ്പർശമേറ്റ ചങ്ങനാശ്ശേരി TBക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചക്കാലമായി നടന്നു വരികയാണ്. അതിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും സമാപന സമ്മേളനവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുദ്രാവാക്യം മുഴക്കിയാണ് നിരവധി മുത്തുക്കുടകളും ഏന്തി സമുദായാംഗങ്ങൾ ഘോഷയാത്രയിൽ അണിനിരുന്നത്. സംഘടനയുടെ ശക്തി വിളിച്ചോതിയ ഘോഷയാത്ര MC റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷൻ SB കോളേജ് റോഡിലൂടെ സമ്മേളന നഗരിയിലെത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യങ്കാളി പൊരുതി നേടിത്തന്ന സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനാണ് നാം ശ്രമിക്കേണ്ടതെന്ന് ഉദ്ഘാടക പറഞ്ഞു. അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട യോഗങ്ങളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം എല്ലാ യൂണിയനുകളുടെയും നേതൃത്വത്തിൽ ഈ യോഗം നടത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തിനു വേണ്ടിയാണ് മഹാത്മാ അയ്യങ്കാളി നമ്മുടെ ഈ സംഘടന രൂപം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നത്? ആ ഒരു പ്രത്യേകത അത് നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു കാലത്ത് നമുക്ക് നിഷേധിക്കപ്പെട്ട എല്ലാ അവകാശങ്ങളും സ്വന്തം ജീവിതം മാതൃകയാക്കിക്കൊണ്ട് നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ തലമുറയിലുള്ള ആളുകൾ നമ്മൾ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടോ ആ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുന്നതാണ്. വളരെ ഇപ്പോഴത്തെ തലമുറയൊന്നും ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും അറിയുന്നില്ല. അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അവർ നന്നായിട്ട് വിനിയോഗിക്കുകയാണ്, ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ആളുകൾക്ക് ചില പ്രത്യേക കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അവർ ത്യാഗം സഹിച്ച് നമുക്ക് നേടിത്തന്ന പല അവകാശങ്ങളും, ആ അവകാശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വരും തലമുറയ്ക്കും കഴിയണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് അവർ ആ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്. ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഉത്തരവാദിത്തം നമ്മിൽ നിക്ഷിപ്തമാണെന്ന ബോധ്യം തിരിച്ചറിയണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച AKCHMS സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാജു പറഞ്ഞു. വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥന്മാരുണ്ടാകുന്നുണ്ടെങ്കിൽ, ജനപ്രതിനിധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമുക്ക് പൗരാവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം. ഇന്ന് ജനാധിപത്യ രാജ്യത്ത് പോലീസ് രാജ് പലപ്പോഴും നടപ്പാകുന്ന നമ്മുടെ TVയിലൂടെ കാണുകയാണ് അല്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരനെ 2-3 വർഷം മുമ്പ് ഇടിച്ച് അവശനാക്കുന്നത് നമ്മൾ കാണുന്നു. അതിനേക്കാൾ മെച്ചമായ രീതിയിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്ത് പോലീസിന്റെയും പട്ടാളത്തിന്റെയും അതുപോലെ സവർണ മാനവിമാരുടെയും ആ കയ്യിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ശക്തമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയും. സെക്രട്ടറി VT രഘു, ട്രഷറർ AJ രാജൻ, അഡ്വക്കേറ്റ് മധു ഗോപിനാഥ്, മോഹനൻ ഈട്ടിക്കൽ, ഓമന ശശികുമാർ, രാജമ്മ രവീന്ദ്രൻ, രാജൻ നാട്ടകം തുടങ്ങിയവരും സംസാരിച്ചു.